നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിമർശനവുമായി പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്ന വിമർശനവുമായി PM മുഹമ്മദ് റിയാസ് MLA രംഗത്തെത്തി. 4 ദിവസം കഴിഞ്ഞിട്ടും ആരോഗ്യമന്ത്രി വന്നില്ല. നിപ്പ വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും PM മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. നിപ്പ പടരാതിരിക്കാൻ കണ്ടെയ്ൻമെന്റ് സോൺ ഉടൻ നടപ്പാക്കണമെന്നും PM മുഹമ്മദ് റിയാസ്. ജനങ്ങൾക്കുള്ള ആശങ്ക കൂടി പരിഹരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ നിങ്ങളൊക്കെ അറിയുന്നതാണ്, കൺട്രോൾ റൂം പ്രവർത്തിച്ചപ്പോൾ അവിടുന്ന് നമ്മൾ ഈ രോഗികൾ അല്ലെങ്കിൽ രോഗികളായിട്ട് സമ്പർക്കമുണ്ടെന്ന് കരുതുന്നവർ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർ ഇവരെ ഫോണിൽ വിളിക്കാറുണ്ട്, ആത്മവിശ്വാസം നൽകാറുണ്ട്. അപ്പോൾ അതിന് ജനപ്രതിനിധികളും സഹായിക്കാറുണ്ട്. ഞാനൊക്കെ കഴിഞ്ഞ തവണ പല ആളുകളെയും മന്ത്രി എന്നുള്ളതിൽ വിളിച്ചതാണ്. അന്നത്തെ ആരോഗ്യമന്ത്രി ഫോൺ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ കാര്യം പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഈ നമ്പർ 100 ആളെ നമ്പർ നമ്മളടുത്ത് ആരടുത്തും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കിപ്പോൾ MLA ഓഫീസിലിരുന്ന് വിളിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നിരുന്ന് വിളിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, നമ്മൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. സർക്കാരും MLAയും എല്ലാവരും ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കൂ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പാടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവരോട് ഇവർ പറഞ്ഞു മുൻകാലങ്ങളിൽ അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ അത് വളരെ വ്യക്തം, നിങ്ങളിലൊക്കെ ദൃശ്യമുണ്ട്. മുൻകാലങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, അവർക്ക് അറിയാത്തതാണ്. 2016 മുതൽക്ക് ഇങ്ങോട്ടുള്ള അറിയാത്തയാണ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. അതിൽ ആലോചിച്ചിട്ടിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരാലോചിച്ച് തീരുമാനം എടുക്കട്ടെ. നമ്മൾ വിളിക്കേണ്ടതില്ല എന്നാണെങ്കിൽ വിളിക്കേണ്ടതില്ല. അതിലിപ്പോൾ അല്ല, ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിൽ പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിന്റെ ഭാഗമാണോ? അതെ, അതൊരു ശരിയല്ല. ഇതിൽ പ്രതിപക്ഷം എല്ലാവരും വേണ്ടേ. ഇപ്പം ഇന്ന് രാവിലെ ചില പ്രസ്താവനകളും ശരിയായിട്ടില്ല. അപ്പോൾ നമ്മളിതിൽ സഹകരിപ്പിക്കുന്നത് എല്ലാവരും ഒന്നിച്ചല്ലേ പോകേണ്ടത്. ഒന്നിച്ച് പോകണം. ഞങ്ങളിപ്പോഴും പറയും, ഇനിയിപ്പോൾ വിളിക്കാൻ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇതിനോട് സഹകരിക്കുകയുള്ളൂ. ഞങ്ങളിതിനോട് സഹകരിച്ച് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നേ പറയുള്ളൂ. വളരെ ആത്മാർത്ഥമായിട്ടാണ് ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്, ഡോക്ടർമാരെല്ലാവരും. അവർക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുക. പക്ഷെ ഇതിലെ ഒരു മറ്റ് നില സ്വീകരിക്കുന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് സ്വീകരിക്കുന്നത് തെറ്റാണ്. ജനപ്രതിനിധികൾ വേണ്ട അത് മനസ്സിലാവുന്നില്ല. അത് എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ അവിടെ നിന്ന് കൺട്രോൾ റൂമിൽ നിന്ന് അവിടെ ഈ പ്രദേശത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ, ഈ രോഗം എന്നുള്ള ആളല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോൾ ഞാനും കൂടി സംസാരിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളെല്ലാവരും ഉണ്ട്, സർക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ സർക്കാരിനും ഗുണമല്ലേ, എല്ലാവർക്കും ഗുണമല്ലേ. അപ്പം അത് വേണ്ടെന്ന് പറയുന്നത് സങ്കുചിതമായ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് മന്ത്രി അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. മന്ത്രി ഓഫീസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ? എന്താ വെച്ചാൽ മന്ത്രി അടിയന്തരം ഇടപെടണം. ഒരു 2 ആളെ വിളിക്കുമ്പോൾ ഞാനും കൂടി അവിടെ ഇരുന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA അല്ലേ, ഇതിലിപ്പോൾ വേറെ പ്രയാസമൊന്നുമില്ല. വേറെ ഒന്നും തെറ്റായിട്ടൊന്നും പറയാനും കേൾക്കാനും അല്ലല്ലോ. അതുപോലെ അതിൻ്റെ ഒരു വ്യക്തമായ വിവരം തരണ്ടേ, വ്യക്തമായൊരു വിവരം. എന്തുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോൺ ഇല്ല, അതെങ്ങനെയാണ്, എന്താണ് കണ്ടെയ്ൻമെന്റ് സോണും വേണം എന്നുള്ള പറഞ്ഞില്ലേ? അതെ, അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തത വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മന്ത്രിയുടെ മറുപടി കേൾക്കും. മന്ത്രി 1-2 ആളെ വിളിച്ചോളാൻ പറയുകയാണെങ്കിൽ അവിടെ ഇരുന്ന് അത് കേട്ട് വിളിച്ചു പോയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. മന്ത്രി വിളിക്കട്ടെ. ദിലീപ് കുമാർ വളരെ കൃത്യമായി തന്നെ ഇതിൽ MLA ഒരു കാര്യം പറയുന്നു. ഒന്ന്, കണ്ടെയ്ൻമെന്റ് സോൺ വേണം. പക്ഷേ കണ്ടെയ്ൻമെന്റ് സോൺ വേണം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം തുടക്കം മുതൽ പറഞ്ഞത്. രണ്ടാമത്, കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ കൺട്രോൾ റൂമിൽ നിന്നും വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ നേരത്തെ ജനപ്രതിനിധികളെല്ലാം ഒപ്പം ഇരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന നിലപാട് ആരോഗ്യവകുപ്പ് അധികൃതർ എടുത്തു. അതിനുശേഷം കലക്ടറുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. കലക്ടർ പറഞ്ഞു മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. അതിനുശേഷം ഇപ്പോൾ അഡീഷണൽ ഡയറക്ടർ, ഇപ്പോൾ ഇവിടെ DMO ഇല്ല, DMOൻ്റെ ചുമതല നൽകിയിരിക്കുന്ന അഡീഷണൽ ഡയറക്ടർക്കാണ്. അഡീഷണൽ ഡയറക്ടർ മന്ത്രിയുമായി സംസാരിച്ചു. അതിനുശേഷം മന്ത്രി മുരളീധരനുമായി സംസാരിച്ചതിന് ശേഷം റിയാസ് ഇപ്പോൾ ഇവിടെ MLA പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. മന്ത്രി ഒരു തീരുമാനം അറിയിക്കുന്നവരെ, ആരോഗ്യമന്ത്രി ഒരു തീരുമാനം അറിയിക്കുന്നവരെ റിയാസിൻ്റെ പ്രതിഷേധം ഇവിടെ തുടരും എന്നുള്ളതാണ് അറിയിക്കുന്നത്. അപ്പോൾ റിയാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് CPIM-ൻ്റെ സെക്രട്ടേറിയറ്റ് അംഗം എത്തിയിട്ടുണ്ട്. CPM പ്രവർത്തകർ കൂടുതൽ ഇങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇതിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി സ്ഥലം MLA ആയ മുഹമ്മദ് റിയാസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, കൺട്രോൾ റൂമിൽ സ്ഥലം MLAക്ക് കൂടി അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിയണം, അവിടെയുള്ള കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരുമായി സംസാരിക്കണം എന്നുള്ളതാണ്. 1-2 ആൾക്കാർക്ക് ആത്മവിശ്വാസം നൽകാനുള്ള സംസാരിക്കണം എന്നുള്ളതുമാണ്. ഇതിലൊരു തീരുമാനം വരുന്നതുവരെ ഇവിടെ തന്നെ സ്ഥലം MLA ആയ മുഹമ്മദ് റിയാസ് ഇവിടെ തുടരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ദിലീപ് കുമാർ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയതിന്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.